ഹലോ ഫ്രണ്ട്സ്, സ്റ്റാർ വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നാടൻ ചെറുനാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എവിടെയൊക്കെ സദ്യയുണ്ടോ അവിടെയൊക്കെ നമ്മുടെ അച്ചാർ നിർബന്ധമാണ്. അച്ചാർ ഉണ്ടായിരിക്കും. ഏത് സദ്യയിലായാലും അച്ചാറില്ലാതെ ഒരു സദ്യ ഒരിക്കലും നടത്തില്ല. അപ്പോൾ അച്ചാർ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ ചെറുനാരങ്ങ കട്ട് ചെയ്ത് ഇതേപോലെ എടുക്കാം. നാരങ്ങച്ചാറ് എല്ലാവരും കഴിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും മുഴുവനായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഇനി എടുക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളക് എടുക്കണം, അതുപോലെ നമ്മുടെ ഇഞ്ചി, ഇനി കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില. ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ആദ്യം തന്നെ എടുത്ത് തയ്യാറാക്കി വെക്കേണ്ടത്, അരിഞ്ഞ് തയ്യാറാക്കി വെക്കേണ്ടത്. ഇനി നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കടുക് പൊട്ടിച്ചെടുത്ത ശേഷം നമ്മൾ അതിലേക്ക് കാശ്മീരി മുളക് പൊട്ടിച്ച് ചെറിയ പീസുകളാക്കി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച എല്ലാം ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തീ കുറവിലിട്ടിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വാട്ടിയെടുക്കുന്ന രീതിയിലേക്ക് ഇത് എടുക്കണം കേട്ടോ. നമ്മളിത് വീഡിയോയിൽ കാണുന്ന രൂപത്തിലായ ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ അച്ചാറ് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എത്ര ചെറുനാരങ്ങ എടുത്തിട്ടുണ്ടോ അതിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ കായം പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. അപ്പൊ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് ഏതൊരു അച്ചാർ ഉണ്ടാക്കായാലും നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഇതാണ് നമ്മുടെ വിനാഗർ, അതായത് നമ്മുടെ ചൊറുക്ക. ഇത് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ അച്ചാർ കേടാവാതിരിക്കാനും കുറച്ച് ദിവസം കൂടുതൽ ഇരിക്കാനായിട്ടൊക്കെ ഇത് സഹായകമാണ്. ഇത്രയും നേരം നല്ല കട്ടിയായിട്ട് ഇരുന്ന നമ്മുടെ അച്ചാറിന് വേണ്ടിയിട്ടുള്ള കൂട്ട് ഇപ്പോ നല്ല ലൂസായിട്ട് നമ്മുടെ ചൊറുക്കയില് കുതിർന്ന് കിടക്കാണ്. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയുടെ പ്രധാന അതിഥികളായ നമ്മുടെ ചെറുനാരങ്ങ പീസുകളെ ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവരും ഒന്ന് കൈയടിച്ചു കൊടുത്തോ. ഇനി നമ്മുടെ മസാലകളും നമ്മുടെ ചൊറുക്ക ഒഴിച്ചതും നമ്മുടെ ചെറുനാരങ്ങ പീസുകളും ഇവരൊക്കെ നന്നായിട്ട് കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കാട്ടാ. നമ്മുടെ ചെറുനാരങ്ങ അച്ചാർ ഏകദേശം ഒക്കെ തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചൂടിൽ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമുക്ക് കഴിക്കാൻ പറ്റില്ല, ഇത് ഇരുന്ന് പാകമാവണം. അതുവരെ നമുക്ക് ഈ ചെറിയ ചൂടിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കുക. ഇപ്പൊ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ചെറുനാരങ്ങയുടെ പുളിപ്പ് നന്നായിട്ടുണ്ടായിരിക്കും. നമ്മുടെ ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇത്ര പണികളൊക്കെ ഉള്ളൂ. ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും പോലെ ഇരിക്കും തോറും നമ്മുടെ അച്ചാറിന് രുചി കൂടും. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അച്ചാർ സൂപ്പറാണ്. നമ്മുടെ ചെറുനാരങ്ങ അച്ചാർ ഇഷ്ടപ്പെടാത്തവരായിട്ട് നമ്മുടെ കേരളത്തിൽ ആരും തന്നെയില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ എനിക്കൊരു ലൈക്കും കൂടെ തരാം. ഓക്കെ, താങ്ക് യു.